ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ചൈനീസ് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ്. ചൈനീസ് ന്യൂ ഇയറിന്റെ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് ന്യൂ കാസിലാണ്. അവിടെ ചെന്നാൽ പാർക്കിംഗ് കിട്ടുമോ കിട്ടില്ലയോ എന്നുള്ള കൺഫ്യൂഷൻ കാരണം വണ്ടി സൈഡാക്കിയിട്ട് ഇന്ന് ഞങ്ങൾ മെട്രോയ്ക്ക് പോകാനുള്ള പ്ലാനിലാണ്. വീട്ടിൽ നിന്ന് എന്നും കാണുന്ന മുഖമാണെങ്കിലും പുറത്തിറങ്ങുമ്പോഴേ ഇവളിങ്ങനെ മാക്സിനെ സ്റ്റെയർ ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പോലെ. വലിയ ചിരിയൊന്നുമില്ല, നല്ല ഗൗരവത്തിലാ. ഈ സാധനത്തിൽ ഇങ്ങനെ കെട്ടിപ്പൂട്ടി പോണത് ഇവൾക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. പ്രാം മൂവ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല, അവള് കാഴ്ചകളൊക്കെ കണ്ടു കിടന്നോളൂ. പക്ഷെ എവിടെയെങ്കിലും നിർത്തിയിട്ടാല് ആളടയും. ഇതാണ് സ്റ്റേഡിയം ഓഫ് ലൈറ്റ് മെട്രോ സ്റ്റേഷൻ. സ്റ്റേഡിയം ഓഫ് ലൈറ്റ് എന്ന് പറയുന്നത് സണ്ടർലാൻഡിലെ ഫുട്ബോൾ സ്റ്റേഡിയത്തിന്റെ പേരാട്ടോ. നമ്മുടെ വീടിന്റെ അടുത്തുള്ള മെട്രോ സ്റ്റേഷൻ ഇതല്ല, പക്ഷെ പാർക്കിംഗ് ഉള്ള മെട്രോ സ്റ്റേഷൻ ഇതാണ്. ഇന്ന് സണ്ടർലാൻഡ് സ്റ്റേഡിയത്തില് പ്രീമിയർ ലീഗിന്റെ മാച്ച് ഉള്ള ദിവസമാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിയത് കൊണ്ട് മാത്രമാണ് നമുക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള സ്ലോട്ട് കിട്ടിയത്. കാർ പാർക്ക് ചെയ്യാൻ പറ്റാതെ ഏതെങ്കിലും ഹതഭാഗ്യനായ ഫുട്ബോൾ പ്രേമി നമ്മളെ പ്രാകാതിരുന്നാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് മെട്രോ ഉണ്ടെങ്കിലും രാവിലെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്കായിരുന്നു മെട്രോയിൽ. സോ ന്യൂ കാസിൽ വരെ ഞങ്ങൾ നിൽക്കേണ്ടി വന്നു. ഞാനിവിടെ പോയിട്ടുള്ള ഒരുവിധം നഗരങ്ങളിലൊക്കെ ഇങ്ങനെ ഒരുപാട് സ്റ്റാച്യൂസ് കാണാറുണ്ട്. എന്താ ഇതിന്റെ മീനിങ് എന്നൊന്നും എനിക്കറിയത്തില്ല. ഞങ്ങൾ ന്യൂ കാസിൽ അധികവും വന്നിട്ടുള്ള പ്ലേസ് ഇതാണ്. ജി ഫോർ ഗീതു അല്ല, ജി ഫോർ ഗേറ്റ്. ഇവിടെ ഒരുവിധം എല്ലാ മലയാള സിനിമകളും വരാറുണ്ട്. ഇതിന്റെ ഇടയിൽ ഇസു ഇറങ്ങി. ഇവിടെ കലാപരിപാടികളൊക്കെ തുടങ്ങി. പക്ഷെ ആൾക്കാരൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളെന്തൊരു പങ്ക്ചലാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് യോഗ പോലുള്ള ഒരു ചൈനീസ് എക്സസൈസ് ആണ്. ഇതിന്റെ പേര് ടൈച്ചി. ഒരു പ്രത്യേകതരം കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് കണ്ടു നിൽക്കാൻ തന്നെ നല്ല രസം, ഒരു മനസ്സുഖം. അതിന് ചേരുന്ന നല്ലൊരു മ്യൂസിക്കും. നമ്മളിങ്ങനെ വേറെ ഏതോ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയതുപോലെ. ഇതിപ്പോ നോക്കുകയാണെങ്കിൽ ഈ ഗ്രൂപ്പിൽ ചൈനക്കാർ മാത്രമല്ല കേട്ടോ ഉള്ളത്. ആ നടുക്ക് നിൽക്കുന്ന ബ്ലാക്ക് ഇട്ട അമ്മച്ചീനെ കണ്ടോ? എത്ര പ്രായം ഉണ്ടാവും അല്ലേ ആ അമ്മച്ചിക്ക്? ഇങ്ങനെയുള്ളവരെ കാണുമ്പോഴാണ് നമുക്ക് റോൾ മോഡൽ ആകാം. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് കാണികളായി. എന്തായാലും മാഷും കുട്ടികളും കൊള്ളാം. ഈ ചൈനീസ് ന്യൂ ഇയറിനെ ലൂണാർ ന്യൂ ഇയർ എന്നും പറയും കേട്ടോ. ജനുവരി ഫെബ്രുവരി മാസത്തിനിടയിൽ എപ്പോഴെങ്കിലും ആയിരിക്കും ഇവർ ന്യൂ ഇയർ ആഘോഷിക്കാറ്. പിന്നെ ഓരോ വർഷവും ഓരോ ആനിമലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ സോഡിയാക് ആനിമൽസ് എന്ന് പറഞ്ഞിട്ട് ഒരു 12 ആനിമൽസ് ഉണ്ട്. അപ്പൊ ഈ വർഷം എന്ന് പറയുന്നത് കുതിരയുടെ വർഷമാണ്. ഈ ഓരോ വർഷവും ഈ ആനിമൽസിന്റെ ഒപ്പം ഏതെങ്കിലും ഒരു എലിമെന്റ്സും ചേരും. എലിമെന്റ്സ് എന്ന് പറയുമ്പോൾ അത് വാട്ടർ, വുഡ്, ഫയർ, എർത്ത്, മെറ്റൽ, അങ്ങനെ ഈ 5 എലിമെന്റ്സിൽ ഏതെങ്കിലും ഒരു എലിമെന്റും ഒരു ആനിമലും ചേർന്നതായിരിക്കും ഓരോ വർഷവും. ഈ വർഷം കുതിരേന്റെ ഒപ്പം ഉള്ളത് ഫയർ ആണ്. സോ ഇതൊരു ഫയർ ഹൗസ് ഇയർ ആണ്. രാമ ഭയങ്കര സിമ്പിൾ ആണ്, പവർഫുൾ ആണ്. ഏതാണ്ട് അതുപോലെ ഫയർ ഹൗസ് ഇയർ എന്ന് പറയുന്നത് ഭയങ്കര റയറും പവർഫുള്ളും ആണ്. 60 വർഷം കൂടുമ്പോൾ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ നാട്ടിലെ തെയ്യം പോലെ തോന്നി. ഇങ്ങനെ ഓരോ കൾച്ചറൽ പരിപാടികൾ കാണുക, എന്നിട്ട് അത് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. അവിടെ നിന്ന് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഇവിടുത്തെ സ്ഥിര സ്പോട്ടായിട്ടുള്ള ജോളിബി പോയി. വിശപ്പിന്റെ വിളി വന്നപ്പം പരിപാടി പിന്നെ മുഴുവൻ കാണാൻ നിന്നില്ല. ഇത് ന്യൂ കാസിലെ ഒരു ഫേമസ് ഫാസ്റ്റ് ഫുഡ് റെസ്റ്റോറന്റ് ആണ്. ഇവിടെ ഇപ്പൊ ഹെൽത്തി ഫുഡാണെന്ന് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല, പക്ഷെ ടേസ്റ്റി ഫുഡാണ്. അപ്പൊ ഓക്കെ, ബൈ ബൈ. മാതാവോ ചെങ്കോങ്.